നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി എനിക്ക് പിന്നെ എന്റെ പൊന്നിയേട്ടാ അല്ലേ? ഈ ഫാൽഗുനം പിള്ളക്ക് പാടണമെന്ന് പാടും, ആടണമെന്ന് തോന്നിയ ആടും. വേണ്ടെന്ന് പറയാൻ നേടാ. ആരാണെന്ന് പിള്ളച്ചേട്ടാ, ഇത് നമ്മുടെ അമ്മണിയാണനാ. അമ്പളിയമ്മാവനാ? ഇത്ര പെട്ടെന്ന് താഴെ അമ്പളിയമ്മാവനല്ല, അമ്മണിക്കുട്ടനാ. ഞാൻ പിന്നെ ചേട്ടനൊരു ഉഗ്ര സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. എടാ മോനെ കുട്ട, നീ അമ്മണിക്കുട്ടനല്ല, എന്റെ ചക്കരക്കുട്ടനാണ്. സത്യം പറ, ചേട്ടൻ ദുഃഖം സഹിക്കാൻ വയ്യാതല്ലേ പാടിയത്? ദുഃഖമോ? ഇരിക്കട്ടാ ദുഃഖം. അതോ? ഒരു മോനുള്ളത് നാട് വിട്ട് ബോംബെയിൽ എവിടെ പോയി, പിന്നെ ഒരു മോനുള്ളത് എവിടാന്ന് പോലും അറിയാൻ വയ്യ. മക്കളെ കാണാത്തൊരച്ഛന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ആരാടാ പറഞ്ഞത് എന്റെ മോൻ നാട് വിട്ടു പോയിന്ന്? എന്റെ കണ്ണപ്പം പോയത് ഗോവിന്ദരാജപുരത്താണ്. എവിടേക്ക്? ഗോവിന്ദരാജപുരത്തേക്ക്. ആ മുതുക്കൻ മാർത്താണ്ഡ പിള്ളയെ കാണാൻ. അപ്പൊ രാജപ്പനോ? അവര് അങ്ങോട്ട് തന്നെയാ പോയത്, ഗോവിന്ദരാജപുരത്തേക്ക്. പിന്നെ രണ്ടുപേരും 4 വഴിക്കാണ് പോണത്. വലിയ താങ്ക് യു, വെരി ഗുഡ്. നല്ല വിവരമാണ് മനസ്സിലല്ലേ? അല്ലേ അല്ലേ, എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു കാര്യം என்ன மச்சான், எது கூப்பிட்டீங்க? ஒண்ணும் இல்ல கண்ணு, நீ போய் கொஞ்சம் காய்ச்சின எண்ணெய் எடுத்து வை, குளிக்கணும். உடம்பெல்லாம் ரொம்ப டயர்டா இருக்குது. ஆனா எண்ணெய் எடுத்து வச்சா மட்டும் போதாது, நீ തന്നെ என்ன எண்ணெய் தேய்ச்சி കുളിപ്പാട്ടി വിടണം. അതിന് വേറെ ആളെ നോക്ക്. എണ്ണ തെപ്പിക്കാൻ ഇയാളൊരു ബാലഗോപാലനോ? ദേ, വലിയ അധികാരമൊന്നും കാണിക്കണ്ട, പറഞ്ഞേക്കാം. കൂടുതൽ വാച കടിക്കാതെ എണ്ണ എടുത്ത് വെക്കടി, അല്ലി പുല്ലി. എന്റെ മേല് തോന്നുന്നു. ഇയാളല്ലേ പറഞ്ഞത് എണ്ണ തെപ്പിക്കാൻ? പതുക്കെ പതുക്കെ தலைமுடியெல்லாம் அசிங்கமா இருக்கு. ஜெயில குளிக்கிறது இல்லையா? ஜெயில குளிக்காத നിന്റെ അച്ഛൻ அந்த பாளையம் கோட்டை சப்ஜெயில் இருக்கும்போது 3 நேரம் குளிதானே. சாயந்தரம் 6 மணியான எனக்கு அங்க சன்பாத்து. ஜெயில எனக்கு விஐபி ட்ரீட்மெண்ட் தானே. ட்ரீட்மெண்டா? ஆமா. நீயே போய் எடுத்துட்டு வாமா. 100 வேலை இருக்கு, சீக்கிரம். லைஃப்ல டைம்னா இதுதான்ப்பா. அம்மா கொஞ்சம் இந்த வச்சா தேடி கொடுங்க. அப்படிதான். சொல்லுது. അയ്യോ, ദേ കണ്ടില്ലേ ഒരു പഞ്ചലും കുഴയിലും? പ്രായമായ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. ആര്? നീയാ? ഞാനല്ല, നമ്മുടെ മോള്. എനിക്കൊരു അതെന്ത് പറയണം, എങ്ങനെ തുടങ്ങണോന്ന് എനിക്കറിയില്ല. അറിയില്ലേ പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തി? ഞാൻ അവിടെ ഇങ്ങനെ ഉറങ്ങത്തില്ലായിരുന്നു. ആദ്യമായിട്ടാണേ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ട്. അതിനെപ്പറ്റി വിഷമിക്കണം, ധൈര്യം തുടങ്ങിക്കും. പറയട്ടെ. അത് പിന്നെ പിന്നെ എന്നാ ഞാൻ പറയട്ടെ. കുളത്തി മുക്കി എങ്ങനെ പൊങ്ങുന്നല്ലേ? അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ വിളിക്കാം. അച്ഛാ, കണ്ണപ്പാ, നീ വന്നിട്ടിപ്പോ കൊറേ ദിവസമായല്ലോ. ഇതുവരെ ഈ കുളിയും തേവാരും അല്ലാതെ നിന്റെ പ്രതിജ്ഞ എന്തുവായി? ഞങ്ങൾ അതിനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തോണ്ടിരിക്കുക. എവിടെ? കുളത്തില്? മനത്തില്. എത്രയും പെട്ടെന്ന് അമ്മച്ചാന്റെ പൊലകുളി നടത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കും. എന്നിട്ടാവാ ഇനി കുളി. അപ്പൊ എനിക്ക് ഈ ജന്മം കുളി. നിന്റെ പ്രതിജ്ഞ നിറവേറ്റിയാൽ സ്വർണം നിനക്കുള്ളതാ. എത്ര പവൻ? എന്റെ മോള് സ്വർണം നിനക്കുള്ളതാണെന്ന് ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. മോളിഞ്ഞു വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കാര്യം പിന്നെ പറയാം, കുളിക്കട്ടെ. നീ വാ, നീ കുളി. അയ്യോ, നീ കുളി കുളി കുളി. ഇങ്ങോട്ട് പോടി. കനകം, മച്ചാനെ ഓടിക്കാനാ മരങ്ങോടൻ കണ്ണപ്പനെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് നീയല്ലേ? അതുകൊണ്ടാവും വന്നല്ലോ. എന്നാലേ അപ്പൊ മച്ചാനെ വിട്ടിട്ട് നിന്റെ മോളെ തപ്പിയാൽ എന്താ? അച്ഛനല്ലേ പറഞ്ഞ കണ്ണപ്പൻ എന്നെ കൊണ്ട് എന്നെ കെട്ടിച്ചേരാന്ന്. എന്നും പറഞ്ഞു നീ അവൻ കുളിക്കുന്ന നോക്കിക്കൂടി. കുളിക്കുന്ന നോക്കി നിന്നാലെന്താ? കുളിക്കുന്ന നോക്കി നിന്നാൽ എന്താ? എന്റെ ദൈവമേ, ഞാൻ അന്നേ പറഞ്ഞതാ. നീ എന്തോ പറഞ്ഞു? കൂടെ പോയി കുളിക്കണമെന്നോ? മേലെ കണ്ണപ്പനെ നിന്നെയും കൂടി ഒരുമിച്ച് കണ്ടാ മുട്ടുകാലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം,
ആ മച്ചാനെയും പെണ്ണിനെ ഇവിടെ ഓടിച്ചു വിടാൻ വേണ്ടി നിന്നെയല്ല എവിടെ വരെ ഞാൻ ആരുടെ കൂടെ കെട്ടിച്ചു വിടാൻ പറയും. പക്ഷെ അത് പറച്ചില് മാത്രം. അത് കേട്ടോണ്ട് രണ്ടുപേരും അഴിഞ്ഞാടം നടന്നാലേ കുത്തിയെരിഞ്ഞ് കുളത്തിലെറിയും. എന്നെ എന്തിനാ കുളത്തിൽ എറിയുന്നേ? കുളം കലക്കാൻ. അതിന് വെള്ളമുണ്ടല്ലോ. നീ ആ ബെസ്റ്റ്. മന്ത്രവാദി, ഇതെങ്കിലും ഏക്കോ അതോ വജ്രഹുണ്ടി പോലെ ചീറ്റി പോവോ? ഇതിൽ സത്യമുണ്ട്. തട്ടിപ്പോകുന്നുള്ള ഉറപ്പാ. തുറക്ക. ഒരു നിലവിളി കേട്ടല്ലോടോ. ആ മരണവെപ്രാളമായിരിക്കും. പാമ്പ് കടിച്ചാ കെട്ടിപ്പിടിക്കോടോ? കെട്ടിപ്പിടിക്കും. കുറെ നേരം കെട്ടിപ്പിടിച്ചേ ചാകൂ. പ്രത്യേകതരം പാമ്പാ, കെട്ടിവരിയൻ. ഊതല്ലേ? താൻ ഊതിയോ? ഇല്ല. സ്വർണം? നീ സ്വർണ്ണമല്ല, കനകമാണ്. കനകം. അയ്യേ, അതെന്റെ അമ്മയുടെ പേരാ. അതെനിക്കറിയാം. അയ്യോ, ഇതിനകത്തോടെ എനിക്ക് അകത്ത് വരാൻ പറ്റത്തില്ല. ഇതുവഴിയല്ല, അപ്പുറം വഴിവാ. ആ, അപ്പുറം വഴിയോ? നീക്ക് അച്ഛനോട് വെച്ചിട്ട് വരാം. അച്ഛാ. അയ്യോ, അച്ഛനോട് ചോദിച്ചാൽ ഞാൻ ഇതുവഴി പുറത്തു പോകേണ്ടി വരും. അയ്യേ, നോണ. ഇതിനകത്തോടെ ചേർന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഏത് ട്രേഡ് മാർക്ക്? എന്റെ ദൈവമേ. അയ്യോ, കൈ വിടാൻ. വിടില്ല ഞാൻ. അയ്യോ, അല്ലി. പല്ലിയോ? അല്ലി. അല്ലയോ? അല്ലിക്കും വരാൻ കണ്ടത്. എനിക്ക് കണ്ടു. പറയട്ടെ ഞാൻ. പേടിക്കണ്ട, എനിക്കിഷ്ടായി. നീ നിന്റെ കണ്ണപ്പൻ ചേട്ടന് നല്ല ചേർച്ചയുണ്ട്. കണ്ടില്ലേ പെണ്ണിന്റെ ഒരു നാണം. ഇവിടെ ആരുമില്ലേ? കണ്ണിലെന്താ ആണല്ലേ ഇവിടെ നിൽക്കുന്നേ? അല്ല, ആണുങ്ങൾ ആരുമില്ലേ? എന്നോട് പറഞ്ഞാൽ മതി. ക്ഷമിക്കണം, ആണുങ്ങൾ തമ്മിൽ പറയേണ്ട കാര്യം ആണുങ്ങളോട് തന്നെ പറയണമല്ലോ. കണ്ടപ്പോ ആദ്യം പെണ്ണാണെന്ന് കരുതി. ആ, ഇനി പറയാം. കണ്ണപ്പനല്ലേ ഇവിടെ? ഞാൻ കണ്ണപ്പന്റെ ഒരു കൂട്ടുകാരൻ, മിസ് അമ്മണിക്കുട്ടൻ. അയ്യേ, എന്തോ പേര്? ആണും പെണ്ണും കേട്ട പോലെ ഇരിക്കുന്നു. ആ, അങ്ങനെ ഒരു പുതിയ പേരുണ്ട് ഇപ്പൊ. ആ, എന്നാ കണ്ണപ്പൻ ചേട്ടൻ ഇവിടെ ഇല്ല, കുളിക്കാൻ പോയിരിക്കാം. അപ്പൊ രായപ്പനോ? രായപ്പൻ ചേട്ടൻ ബോംബെയിലല്ലേ? ആര് പറഞ്ഞു? കണ്ണപ്പൻ ചേട്ടൻ. ഓഹോ, അങ്ങനെയാണല്ലേ? അപ്പൊ കണ്ണപ്പൻ ഇപ്പോൾ കൊളക്കടവിൽ തന്നെ ഉണ്ട്. അപ്പൊ ബാക്കി കാര്യം ഞാൻ അവനോട് ചോദിച്ചോളാം. ഒരു സംശയം ചോദിച്ചോട്ടെ. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അച്ഛന്റെ ഉച്ചി 96, 97, 98, എത്ര? 70. അടിച്ചതിന്റെ കണ്ണിയങ്ങൾ എന്തിന്? ഞാൻ എണ്ണിപ്പോ 100 ആയിരുന്നല്ലോ, പിന്നെ നീ എണ്ണിപ്പോ 70 ആയത്? ആ, വെള്ളത്തിന്റെ അടിയിൽ വെച്ചൊക്കെ എണ്ണുമ്പോ ചിലപ്പോ എണ്ണം കൂടും. വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോവാണ്. വിശ്വാസമില്ലാതെ ഇറങ്ങി പോകുന്നത് മന്ത്രിസഭയല്ലേ? കയറി പോണ തെണ്ടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പൊങ്ങാം. അവസാനം പൊങ്ങുന്ന ആരാന്ന് നോക്കിയാൽ മതിയല്ലോ. നീ പൊങ്ങിയില്ലെങ്കിൽ ഞാൻ നോക്കണ്ടല്ലോ. അപ്പൊ ഇവിടെ കാണുന്നില്ല. തുണി കഴിച്ചു വെച്ചിട്ട് പോയി ഇതോടെ പോയി. ആ, ഏതായാലും വരട്ടെ, വെയിറ്റ് ചെയ്യാം. വരട്ടെ. ഹലോ കണ്ണപ്പ, ഇപ്പൊ എത്രയായി? 189. നീയൊക്കെ എത്ര നേരം മുങ്ങിക്കിടക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവിടെ പൊങ്ങിയ കണ്ണപ്പ നിക്ക്, ഇത് ഞാൻ അമ്മണിക്കുട്ടൻ. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും നിന്നെയൊക്കെ ഞാൻ പൊക്കോളാം. കണ്ണപ്പ നിക്കണ. ഏയ്, ഒന്നുമില്ല. വ്യായാമം. ഈ ഗുസ്തിമുറ പ്രകാരം കുളി കഴിഞ്ഞ് ഈറനുടുത്ത് പാതകം പോലും ഇല്ലാതെ ശ്വാസം മേൽപോട്ട് വലിച്ച് ചില പിടികിട്ടാ പുള്ളികളെ പോലെ 100 കാതം ഓടണം. അതാണ് ബ്രൂസ്ലിയുടെ ബോഡി ആൻഡ് ബാത്ത് എന്ന ചൈനീസ് ഗ്രന്ഥത്തിൽ പറയുന്നത്. അയ്യോ, അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും. ചേട്ടാ, നാട്ടിൽ നിന്ന് ഒരു അമ്മണിക്കുട്ടൻ വന്നിരുന്നു. അവനെവിടെ വന്നോ? ആ, രായപ്പഞ്ചേട്ടനെ കണ്ണപ്പഞ്ചേട്ടനെ അന്വേഷിച്ചാ വന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കണ്ണപ്പഞ്ചേട്ടൻ കുളിക്കാൻ പോയിന്ന് പറഞ്ഞു. രായപ്പഞ്ചേട്ടൻ പിന്നെ ബോംബെയിലല്ലേ? നാശപൂശമായി. അതെന്താ? അവൻ എന്തിനാ വന്നേന്നറിയാമോ? ഇല്ല. എന്നെ തട്ടിക്കൊണ്ടുപോവാൻ. അവന്റെ പെങ്ങളെ കൊണ്ട് കെട്ടിക്കാൻ. ആ, പണ്ടമ്മ അവന്റെ കയ്യിൽ നിന്ന് കുറെ പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പണം വേണ്ട, എന്നെ മതിയെന്ന്. അയ്യോ, അപ്പൊ ചേട്ടൻ അവിടെ കിട്ടുമോ? ഓഹോ, എന്റെ സ്വർണത്തിന് മാറ്റി എടുത്തിട്ട് ഞാൻ വേറെ പെണ്ണെ കെട്ടി. അത് ഈ ജന്മത്ത് നടക്കില്ല. പിന്നെ സ്വർണം അതുകൊണ്ട് അവൻ ഇനി വന്നാൽ ഞാൻ നാട്ടിൽ പോയി. തട്ടിപ്പോയിന്നല്ല, നാട്ടിൽ പോയി. നിനക്ക് പച്ചവെള്ളത്തിൽ തീ വെക്കുന്ന പാർട്ടികളാ. കണ്ണപ്പനി കേട്ടോന്നു. കണ്ണപ്പന്റെ വീട്ടിൽ പോയി. ഇപ്പൊ ഞാൻ കണ്ടതല്ലേ കുളത്തില്? കുളത്തിൽ നേരെ വീട്ടിൽ പോയി. ഇത്ര പെട്ടെന്നോ? അതെ, ഒന്ന് തന്നെ
അത് ശരി. അപ്പൊ രായപ്പനോ? ബോംബെയിലല്ലേ? ഇപ്പൊ ഞാൻ അവനെയും കണ്ടു. എന്നെ കണ്ടില്ല വല്ല കുഴപ്പം ദേ, യങ്സ്റ്റേഴ്സിന്റെ കണ്ണിന് ആക്ഷേപിക്കണ്ട. കാശും വാങ്ങി കൈ വെച്ചിട്ട് പറഞ്ഞ സമയത്ത് കാര്യം നടന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്ക്. അല്ലേ വേണ്ട, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ അവിടുന്ന് പോകുന്നു. ഇല്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആരാ ഇദ്ദേഹം? കണ്ണപ്പൻ എന്നെ കൊണ്ടുപോകുന്നതാ പെങ്ങളെ കെട്ടിക്കാൻ. ഇവിടെ ഉണ്ടെന്ന് പറയലേച്ചാ. പറഞ്ഞാലെന്താ? പിടിച്ചോണ്ട് പോവില്ലേ? പിടിച്ചോണ്ട് പോട്ടടി. പോയ മച്ചാന്റെ കാര്യം. ഓ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. എന്നാ ആരാടോ താൻ? വില കുലുക്കൊണ്ടോ നോക്കച്ചാ. ഞാൻ പോയെന്ന് കുലിക്കേച്ചും വരാം. എന്താണ് അതിന്റെ ഉദ്ദേശം? ആരെ കൊണ്ടുപോകാൻ? என்னடாங்க விளையாட்டு? இந்த மாரிமுத்து கூட்டம் விளையாட்டெல்லாம் வச்சுக்காத. இந்த மாரிமுத்துக்கு ஒரு பேச்சு, ஒரு வார்த்தை, ஒரு வார்த்தை, ஒரு பேச்சு. ஒரு வார்த்தைக்குள்ள இந்த எத்தனை காரியம் பண்ற சொல்லிட்டு எவ்வளவு நாள் ஆச்சு? திங்கள், செவ்வாய், புதன், வியாழன், வெள்ளி, சனி, ஞாயிறு, திங்கள். மார்த்தாண்ட பிள்ளை எல்லாம் எந்த கட்டப்பொம்மனாலும் சரி, சீக்கிரம் அந்த இடத்த காலி பண்ணல கிழிச்சிடுவேன் பாரு, கிழிச்சிடுவேன். അതേ ചായം. சாயாவது காப்பியாவது யார் இந்த பட்டிக்காட்டு பயில? ஓ ஏஜென்ட் தானே? അല്ല, നാട്ടിൽ நாட்டிலாவது காட்டியாவது കണ്ണപ്പാ. பொண்ணப்பனாவது கிண்ணப்பனாவது சும்மாடா. நீங்க இது போகாம இருக்கிறதுக்காக ரவுடிஸ கொண்டு மிரட்டலாம் பாக்குறியா? நான் திரும்ப வரத்துக்குள்ள இந்த கழுதை இங்க இந்த இடத்த காலி பண்ணல, இன்னொரு கொலை பெண்ண வச்சு ജയിലിൽ അമിച്ചു വെച്ചിടാத. അല്ലി പറഞ്ഞ കേട്ടല്ലോ, ഇവൻ ജയിലിൽ ചാടിയവനാണ്, രണ്ടുപേരെ കൊന്നവനാണ്. എന്റെ പൊന്നനിയൻ ഞങ്ങൾ തമ്മിൽ ചില്ലറ ഇടപാടുകളൊക്കെ ഉണ്ട്. നീ എന്റെ ഇടപാട് തീർക്കാതെ ഞാൻ കാലം പിടിക്കാൻ കാണിക്കരുത്. പോ മുനിയാണ്ടി, എന്നെ പിടിച്ച് വെളിയിലാക്ക്. മുനിയാണ്ടിയും കിനിയാണ്ടിയും ഒന്നും വിളിക്കണ്ട. വന്ന വഴി എനിക്ക് പോകാനറിയാം. പക്ഷേ ഒരു സംശയം, ഇവനെ അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാ. സംശയം ഉണ്ടാവൂലേ? പക്ഷേ ഞാൻ ഇനി തിരിച്ചു വരും. ആ തെണ്ടി പോയാ? അന്ത തെണ്ടി പോയി വിട്ടാനാ? പോൾട്രി വിട്ടാച്ച്. മലയാളം, തമിഴ് എന്നെ ചതിച്ചവരാരും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അമ്മണിക്കുട്ടന്റെ അടുത്താണ് ഇവന്റെയൊക്കെ കളി. കാലന്റെ അമ്മുമ്മയ്ക്ക് കഞ്ഞി വെച്ചാനാണ് ഞാൻ. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടിയടാ രാജപ്പാ. എന്തോ വിളിച്ചത് നീ കേട്ടില്ലേ? ഒരുപാട് നേരം ഇതിന്റെ പുറകെ വിളിച്ചാ ഓടുന്നു. നീയല്ലേ ആള്? രാജപ്പാ രാജപ്പാ എന്ന് പതുക്കെ വിളിച്ചാണ്. എന്നാ അങ്ങനെയല്ല, ഉറക്കെ വിളിച്ചത്. മനസ്സിലാ? ഇല്ല. എടാ രാജപ്പങ്കുസ്തി, വിളിച്ച് എന്റെ തൊണ്ട പൊട്ടി നാശമായി. പിന്നെ നിന്റെ അലവരാതി ചുറ്റിക്കളയുന്ന എന്റെ അടുത്ത് വേണ്ട. നിന്റെ അളിഞ്ഞ അമ്മാവന്റെ വീട്ടിൽ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയി. മനസ്സിലായ? നീ അവനും കൂടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നാട്ടുകാരുടെ മുഴുവൻ കാശ. കേട്ടാ? ഇനി ഒരു ഗുസ്തി മത്സരം നടത്താതെ എനിക്ക് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഇത്രയുള്ള കാര്യം അവനോട് പറഞ്ഞാ പോരെ? എന്നാണ് കുത്തിന്ന് എന്നോട് പറ. ആ സെക്കൻഡ് ഞാൻ എത്തിയിരിക്കും. അതിരിക്കട്ടെ, മറ്റൊന്നും വേണ്ട. കണ്ണപ്പൻ. കണ്ണപ്പൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയോ? ഇവിടെ തന്നെ, നിന്റെ അമ്മാവന്റെ വീട്ടില്. ഞാൻ കണ്ടതല്ലേ? എന്നിട്ട് എന്റെ മുമ്പിൽ ഒരു അഭിനയം, ഒരുമാതിരി പാണ്ടി തമിഴന്മാരെ പോലെ. എന്താണ് എന്നെ കളിക്കുന്നത്? അപ്പൊ നിനക്ക് പറ്റിയല്ലേ അവനോ? എനിക്കും പറ്റി. അവൻ ആരാണെന്ന് നിന്റെ വിചാരം? മാരിമുത്തു. പട്ടാപ്പകൽ രണ്ടുപേരെ വെട്ടിക്കൊന്ന് ജയിലിൽ കിടന്ന മാരിമുത്തു. അവിടെ ഒരു പെണ്ണിനെ കണ്ടില്ലേ? അല്ലി, അവളുടെ മച്ചാൻ. നീ ഇവിടെ കൂടുതൽ നേരം കറങ്ങി നടക്കണ്ട. അവന്റെ കണ്ണിൽ പെട്ടാ നിനക്കും കിട്ടും. നിനക്ക് കുസ്തി ഇറങ്ങാ പോരെ? കണ്ണപ്പനെ എവിടെന്നെങ്കിലും തപ്പി പിടിച്ചോണ്ട് വാ. എന്നിട്ട് എന്നെ വിവരം അറിയിക്കും. ഞാൻ ഏത് നിമിഷവും തയ്യാറോ? ഓക്കെ? ഒരു സംശയം, ആ വട്ട് പെണ്ണ് പറഞ്ഞ കണ്ണപ്പനോട് ഉണ്ടെന്നാണല്ലോ. അത് നിനക്കറിയില്ലേ? എടാ, അമ്മാവന് കൂടുതൽ ഇഷ്ടം കണ്ണപ്പനോടല്ലേ? അതുകൊണ്ട് എന്നെ എപ്പോഴും കണ്ണപ്പാ കണ്ണപ്പാ എന്ന് വിളിക്കും. അത് കേട്ടാ പെണ്ണ് എന്നെ വിളിക്കാൻ തുടങ്ങി. നേരം കളയണ്ട, എനിക്ക് അല്പം ധൃതിയുണ്ട്. എന്നാണെന്ന് നീ പറഞ്ഞാ മതി. നമുക്കന്ന് ഗോതയിൽ വെച്ച് കാണാം. പോട്ടെ അമ്മണിക്കുട്ട. അങ്ങനെയൊന്നും അമ്മണിക്കുട്ടൻ പോവില്ലടാ. നിന്റെയൊക്കെ കള്ള കളി ഞാൻ പൊളിക്കും.